Good morning, dear students. Today we are going to study about types of cleavage. Cleavage is the process by which the fertilized egg is split by mitotic division into a number of cells which provide the building blocks for the creation of the embryonic body. It divides the egg into an increasing number of cells of progressively decreasing size. The resultant cells of the cleavage are called blastomeres. അപ്പോൾ ക്ലീവേജ് കാരണം ഉണ്ടാകുന്ന സെൽസിനെയാണ് നമ്മൾ ബ്ലാസ്റ്റോമിയസ് എന്ന് പറയുന്നത്. ആൻഡ് ദി മൈറ്റോട്ടിക് ഡിവിഷനും ക്ലീവേജും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുമ്പോൾ നമുക്കറിയാം എം ഫേസ് കഴിഞ്ഞിട്ട് ഒരു ഇലാബറേറ്റ് ഒരു എക്സ്റ്റെൻഡഡ് ഇന്റർഫേസ് ഉണ്ടായിരിക്കും, വിച്ച് ഇൻക്ലൂഡ് ഗ്രോത്ത് ഫേസ് 1, എസ് ഓർ DNA സിന്തസിസ് ആൻഡ് G2 ഓർ ഗ്രോത്ത് ഫേസ് 2. പക്ഷെ ക്ലീവേജിന്റെ കേസിൽ മൈറ്റോട്ടിക് ഡിവിഷൻ കഴിഞ്ഞ് പിന്നെ സിന്തസിസ് ഓഫ് DNA, ദെൻ മൈറ്റോട്ടിക് ഡിവിഷൻ, അഗെയിൻ സിന്തസിസ് ഓഫ് DNA, മൈറ്റോട്ടിക് ഡിവിഷൻ, ഇങ്ങനെയാണ് പോകുന്നത്. ഇൻ ബിറ്റ്വീൻ ഉള്ള G1 ഫേസും G2 ഫേസും ഇവിടെ ആബ്സെന്റ് ആണ്. ടൈപ്സ് ഓഫ് ക്ലീവേജ്, രണ്ട് ടൈപ്പ് ക്ലീവേജ് ആണുള്ളത്. ഹോളോബ്ലാസ്റ്റിക് ക്ലീവേജ് ആൻഡ് മീറോബ്ലാസ്റ്റിക് ക്ലീവേജ്. ദിസ് ഇസ് ബേസ്ഡ് ഓൺ ദി ഇൻഫ്ലുവൻസ് ഓഫ് യോക്ക്. ഹോളോബ്ലാസ്റ്റിക് ക്ലീവേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ കംപ്ലീറ്റ് ക്ലീവേജ്. ഹോളോബ്ലാസ്റ്റിക് ക്ലീവേജ് കംപ്ലീറ്റ് ക്ലീവേജ് ആണ്. ഹിയർ ദി ക്ലീവേജ് ഫെറോ കംപ്ലീറ്റ്ലി ബൈസെക്ട് ദി എഗ്. ഹോളോബ്ലാസ്റ്റിക് ക്ലീവേജിനെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഹോളോബ്ലാസ്റ്റിക് ഈക്വൽ ക്ലീവേജ് ആൻഡ് ഹോളോബ്ലാസ്റ്റിക് അൺഈക്വൽ ക്ലീവേജ്. ഹോളോബ്ലാസ്റ്റിക് ഈക്വൽ ക്ലീവേജ്, ഇവിടെ ക്ലീവേജ് ഫെറോ കംപ്ലീറ്റ് ആയിട്ട് എഗ്ഗിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ദി ക്ലീവേജ് ഫെറോ കംപ്ലീറ്റ്ലി ബൈസെക്ട് ദി എഗ്, ബട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബ്ലാസ്റ്റോമിയേഴ്സ് ആ ഈക്വൽ സൈസ്ഡ് ബ്ലാസ്റ്റോമിയേഴ്സ് ആണ്. അപ്പോൾ ഹോളോബ്ലാസ്റ്റിക് ഈക്വൽ ക്ലീവേജിൽ ക്ലീവേജ് ഫെറോ കംപ്ലീറ്റ്ലി ബൈസെക്ട് ദി എഗ് ആൻഡ് ബ്ലാസ്റ്റോമിയേഴ്സ് ആ ഈക്വൽ സൈസ്ഡ് ബ്ലാസ്റ്റോമിയേഴ്സ് ആണ്. ഇത് നടക്കുന്നത് മൈക്രോലെസിത്തൽ എഗ്ഗിലും ഐസോലെസിത്തൽ എഗ്സിലുമാണ്. ഇനി ഹോളോബ്ലാസ്റ്റിക് അൺഈക്വൽ ക്ലീവേജ്, ഇവിടെയും ക്ലീവേജ് ഫെറോ കംപ്ലീറ്റ് ആയിട്ട് എഗ്ഗിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇറ്റ് കംപ്ലീറ്റ്ലി ബൈസെക്ട് ദി എഗ് ആണ്. പക്ഷെ ഇവിടെ ഉണ്ടാകുന്ന ബ്ലാസ്റ്റോമിയേഴ്സ് അൺഈക്വൽ സൈസ്ഡ് ബ്ലാസ്റ്റോമിയേഴ്സ് ആണ്. ബ്ലാസ്റ്റോമിയേഴ്സ് ഇൻ ദി വെജിറ്റപ്പോൾ ദേ ആർ ലാർജർ ബ്ലാസ്റ്റോമിയേഴ്സ് ആൻഡ് ദേ ആർ മോർ യോക്കി. ഇത്തരത്തിലുള്ള ബ്ലാസ്റ്റോമിയേഴ്സിനെയാണ് നമ്മൾ മാക്രോമിയേഴ്സ് എന്ന് പറയുന്നത്. ബ്ലാസ്റ്റോമിയേഴ്സ് ഇൻ ദി അനിമൽ പോൾ ദേ ആർ സ്മോളർ ബ്ലാസ്റ്റോമിയേഴ്സ് ആൻഡ് ദേ ആർ ലെസ് യോക്കി. Such blastomeres are known as micromeres, and micromeres divides faster than the macromeres. Holoblastic unequal cleavage കാണുന്നത് മീസോലെസിത്തൽ എഗ്ഗിലും ടീലോലെസിത്തൽ എഗ്സിലുമാണ്. നെക്സ്റ്റ് ഇസ് മീറോബ്ലാസ്റ്റിക് ക്ലീവേജ്. മീറോബ്ലാസ്റ്റിക് ക്ലീവേജ് കാണപ്പെടുന്നത് റെപ്റ്റൈഡ്സിൻ്റെയും ബേർഡ്സിൻ്റെ എഗ്ഗിലാണ്. റെപ്റ്റൈഡ്സിൻ്റെയും ബേർഡ്സിൻ്റെ എഗ്ഗ് നമുക്കറിയാം ഇവിടെ യോക്കിൻ്റെ എമൗണ്ട് വളരെ കൂടുതലാണ്. ഡ്യൂ ടു ദി അബണ്ടൻസ് ഓഫ് യോക്ക്, അല്ലെങ്കിൽ ലാർജ് ക്വാണ്ടിറ്റി ഓഫ് യോക്ക്, ന്യൂക്ലിയസും സൈറ്റോപ്ലാസും കൂടെ അനിമൽ പോളിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു. ഒരു ചെറിയൊരു ബിറ്റ് ഓഫ് സൈറ്റോപ്ലാസം സറൗണ്ടിങ് ദി ന്യൂക്ലിയസ് ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഇതിനെയാണ് നമ്മൾ ബ്ലാസ്റ്റോഡിസ്ക് എന്ന് പറയുന്നത്. ആൻഡ് ക്ലീവേജ് ഫെറോ ഒക്കേഴ്സ് ഇൻ ദിസ് ബ്ലാസ്റ്റോഡിസ്ക്. ക്ലീവേജ് ഫെറോ ബ്ലാസ്റ്റോഡിസ്കിൽ മാത്രമാണ് ഉണ്ടാകുന്നത്. ഇത് എഗ്ഗിനെ കംപ്ലീറ്റ് ആയിട്ട് ബൈസെക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് മീറോബ്ലാസ്റ്റിക് ക്ലീവേജ് ഇസ് ഇൻകംപ്ലീറ്റ് ക്ലീവേജ് ആണ്. മീറോബ്ലാസ്റ്റിക് ക്ലീവേജ് കംപ്ലീറ്റ് ക്ലീവേജ് അല്ല, ഇൻകംപ്ലീറ്റ് ക്ലീവേജ് ആണ്. കാരണം ഇവിടെ ബ്ലാസ്റ്റോഡിസ്കിൽ മാത്രമാണ് ക്ലീവേജ് ഫെറോ ഉണ്ടാകുന്നത്. Division is confined to blastodisk where active cytoplasm is present. നേരത്തെ പറഞ്ഞതുപോലെ മീറോബ്ലാസ്റ്റിക് ക്ലീവേജ് കാണുന്നത് മാക്രോലെസിത്തൽ എഗ്ഗിലും സെൻട്രോലെസിത്തൽ എഗ്സിലുമാണ് കാണുന്നത്. മീറോബ്ലാസ്റ്റിക് ക്ലീവേജിനെ വീണ്ടും നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഡിസ്കോയ്ഡ് ക്ലീവേജ് എന്ന് സൂപ്പർഫിഷ്യൽ ക്ലീവേജ് എന്ന്. ഡിസ്കോയ്ഡ് ക്ലീവേജ് റെപ്റ്റൈഡ്സിൻ്റെയും ബേർഡ്സിൻ്റെ എഗ്ഗിലാണ് ഡിസ്കോയ്ഡ് ക്ലീവേജ് കാണുന്നത്. റെപ്റ്റൈഡ്സിൻ്റെ ബേർഡ്സിൻ്റെ എഗ്ഗ് നമുക്കറിയാം ലാർജ് ക്വാണ്ടിറ്റി ഓഫ് യോക്ക് ആണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയസും അതിനെ സറൗണ്ട് ചെയ്ത് സൈറ്റോപ്ലാസവും സ്മോൾ ബിറ്റ് ഓഫ് സൈറ്റോപ്ലാസവും കൂടെ അനിമൽ പോളിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നു. ഇതിനെയാണ് നമ്മൾ ബ്ലാസ്റ്റോഡിസ്ക് എന്ന് പറയുന്നത്. ഈ ബ്ലാസ്റ്റോഡിസ്കിലാണ് ക്ലീവേജ് ഫെറോ ഉണ്ടാകുന്നത്. The first cleavage furrow appears in the blastodisk. The second cleavage furrow occurs at right angles to the first. New furrows radiate to periphery in all directions. Later, horizontal cleavage transforms the blastodisk to blastoderm, a few cell layers in thickness.
ബിറ്റ്വീൻ ദി ബ്ലാസ്റ്റോഡോം ആൻഡ് ദി യോക്ക്, ഈ ബ്ലാസ്റ്റോഡോമിന് തൊട്ട് താഴെയായിട്ട് യോക്ക് ഉണ്ട്. അപ്പോൾ ബിറ്റ്വീൻ ദി ബ്ലാസ്റ്റോഡോം ആൻഡ് ദി യോക്ക് അപ്പിയേഴ്സ് എ സ്പേസ് കോൾഡ് സബ് ജെർമിനൽ cavity. The central area of the blastodome above the subgerminal cavity, it appears transparent and is known as area pellucida. ഈ ഏരിയ പെലുസിഡയാണ് പിന്നെ ഡെവലപ്മെന്റ് നടക്കുമ്പോൾ എംബ്രിയോ പ്രോപ്പർ ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നത്. The marginal blastomeres in contact with the yolk appears opaque and forms area opaca, which forms extra embryonic membranes. Next is superficial cleavage. Superficial cleavage കാണപ്പെടുന്നത് സെൻട്രോലെസിത്തൽ എഗ്ഗിലാണ്. സെൻട്രോലെസിത്തൽ എഗ്സ് എന്ന് പറയുന്ന ഇൻസെക്റ്റിന്റെ എഗ്സ് അല്ല, സെൻട്രോലെസിത്തൽ എഗ്സ് ആണ്. ഇലോങ്ങേറ്റ് എഗ് ആണ്. യോക്കിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ലാർജ് ക്വാണ്ടിറ്റി ഓഫ് യോക്കാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ യോക്കിന്റെ സെൻട്രലായിട്ട് ന്യൂക്ലിയസ് ആൻഡ് അതിനെ സറൗണ്ട് ചെയ്ത് ഒരു സ്മോൾ ബീറ്റ് ഓഫ് സൈറ്റോപ്ലാസം കാണുന്നു. ഇതിനെ നമ്മൾ സെൻട്രൽ സൈറ്റോപ്ലാസം എന്ന് പറയുന്നു. അതുപോലെ തന്നെ യോക്കിനെ കവർ ചെയ്തുകൊണ്ട് പെറിഫറിയിൽ നമുക്ക് സൈറ്റോപ്ലാസം കാണാൻ സാധിക്കും. ഇതിനെ പെറിഫറൽ സൈറ്റോപ്ലാസം എന്ന് പറയുന്നു. പെറിഫറൽ സൈറ്റോപ്ലാസവും സെൻട്രൽ സൈറ്റോപ്ലാസവും കൂടി കണക്ട് ചെയ്യുന്നുണ്ട് ബൈ മീൻസ് ഓഫ് സൈറ്റോപ്ലാസ്മിക് സ്ട്രാൻഡ്സ്. ക്ലീവേജ് നടക്കുന്നത് സെൻട്രൽ സൈറ്റോപ്ലാസത്തിലാണ്. ഇവിടെ സെൻട്രൽ സൈറ്റോപ്ലാസത്തില് ക്ലീവേജ് നടക്കുന്നു, ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യുന്നു. പക്ഷെ ന്യൂക്ലിയർ ഡിവിഷൻ ഇസ് നോട്ട് അക്കോംപനൈഡ് ബൈ ദി സൈറ്റോപ്ലാസ്മിക് ഡിവിഷൻ. അതുകൊണ്ട് തന്നെ ഒരു മൾട്ടി ന്യൂക്ലിയേറ്റ് സ്റ്റേജ് ഇവിടെ ഉണ്ടാകുന്നു. കുറെ ന്യൂക്ലിയസ് ഇങ്ങനെ ഫോം ചെയ്ത് കഴിയുമ്പോൾ ഓരോ ന്യൂക്ലിയസിനെയും കവർ ചെയ്തുകൊണ്ട് ഒരു സ്മോൾ ബിറ്റ് ഓഫ് സൈറ്റോപ്ലാസം വരുന്നു. ഇതിനെയാണ് നമ്മൾ സൈറ്റോപ്ലാസ്മിക് ഐലൻഡ്സ് എന്ന് പറയുന്നത്. ഈ സൈറ്റോപ്ലാസ്മിക് ഐലൻഡ് സെൻട്രൽ സൈറ്റോപ്ലാസത്തിൽ നിന്ന് പെറിഫറൽ സൈറ്റോപ്ലാസത്തിലേക്ക് വരുന്നു. ആൻഡ് ഇറ്റ് ഫോംസ് എ സിൻസീഷ്യൽ ബ്ലാസ്റ്റോഡോം. നെക്സ്റ്റ് ഇസ് ക്ലീവേജ് പാറ്റേൺ. ആദ്യത്തേത് റേഡിയൽ cleavage. This is the simplest pattern of cleavage. The successive cleavage furrows pass straight through the egg at right angles to one another. The resultant blastomeres become symmetrically disposed around polar axis. കാണപ്പെടുന്നത് എക്കൈനോഡേംസിലും മോസ്റ്റ് വെർട്ടിബ്രേറ്റ്സിലും റേഡിയൽ ക്ലീവേജ് ആണ് കാണുന്നത്. സീ അർച്ചിന്റെ എഗ് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ടു ഡിവിഷൻസ് ആർ ബോത്ത് മെറിഡയോണൽ ആൻഡ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. തേർഡ് ഡിവിഷൻ എന്ന് പറയുന്നത് ഇക്വറ്റോറിയൽ ഡിവിഷൻ ആണ്. Thereafter the divisions alternate along the meridional and equatorial planes. Resulting blastomeres are radially arranged around central cavity called blastocele. Bilateral cleavage. ഇവിടെ the first cleavage plane establish and determine the plane of symmetry in the embryo, separating the embryo into future left and right side. Second cleavage plane is perpendicular to the first but displaced toward the posterior side of the embryo. Thus, in the resultant four-celled stage embryo, each side of the median plane has two unlike cells, an anterior bigger cell and a posterior smaller cell. Thus, even at the four-celled stage embryo, it possesses right and left side, anterior and posterior regions. Example, ascidians. Rotational cleavage. മാമൽസിലാണ് റൊട്ടേഷണൽ ക്ലീവേജ് കാണുന്നത്. The first cleavage is a normal meridional division. The second cleavage നടക്കുമ്പോൾ one of the two blastomeres divides meridionally and the other divides equatorially. ഇതാണ് റൊട്ടേഷണൽ ക്ലീവേജ്. Next is spiral cleavage. The mitotic spindle become obliquely arranged. Spiral cleavage la mitotic spindle it becomes obliquely arranged and the first two cleavage furrows are meridional and pass at right angles to one another. The third cleavage is latitudinal cleavage. During this, because of the oblique position of the cytoplasmic division occurs obliquely rather than horizontally. ഇവിടെ സൈറ്റോപ്ലാസം ഒബ്ലിക്കലി ആണ് ഡിവൈഡ് ചെയ്യുന്നത്, ഹൊറിസോണ്ടലി അല്ല. എന്തുകൊണ്ട്? കാരണം ദ സ്പിൻഡിൽ ഫൈബേഴ്സ് ഒബ്ലിക്കലി ഓറിയന്റ് ചെയ്യുന്നത് കൊണ്ടാണ്.
cytoplasm divides obliquely rather than horizontally. As a result, micromeres are pinched off toward the right or left of the macromeres. The upper micromeres come to lie at the junction of the lower cells rather than over them. ഇത് കാണുന്നത് അനലിഡ്സിലും മൊളസ്കയിലുമാണ്.